സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഡാമിയൻ പാസ്റ്റർ സ്വർണ്ണം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഒരു പോഡ്കാസ്റ്റ് ചെയ്തു. നമ്മളൊക്കെ കണ്ട വീഡിയോ ആണ്. ഞാൻ ആ വീഡിയോ പൂർണ്ണമായി കണ്ടില്ല, പക്ഷേ ഒരു ക്ലിപ്പ് കണ്ടു. ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്ക് വലിയ ആകാംക്ഷ ഉണ്ടായിട്ട് വീഡിയോയുടെ ആദ്യത്തെ ഭാഗം അല്പം ഒന്ന് കണ്ടു. പ്രതികരിക്കണം, ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ആസാദിയുടെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ, സാധാരണഗതിയിൽ ആസാദിയിലൂടെ ഞാൻ ആരുടെയും പേരെടുത്ത് പലപ്പോഴും വീഡിയോകൾ ചെയ്യാറില്ല. പ്രത്യേകിച്ചും ദൈവദാസന്മാരാണെങ്കിൽ, കാരണം ഞാൻ ദൈവദാസന്മാരെ ഒത്തിരി റെസ്പെക്റ്റ് ചെയ്യുന്നു. ഡാമിയൻ പാസ്റ്ററേയും അതുപോലുള്ള എല്ലാ ദൈവദാസന്മാരെയും, അത് ഈ പറഞ്ഞതുപോലെ ഏത് സഭാവിഭാഗമാണ്, ഡിനോമിനേഷനാണെന്നൊന്നും നോക്കാതെ ദൈവദാസന്മാരെ റെസ്പെക്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ വരുമ്പോൾ അവർക്കെതിരായിട്ടോ അനുകൂലമായിട്ടോ ഒന്നും അധികം വീഡിയോ ഞാൻ ചെയ്യാറില്ല. ചിലപ്പോഴൊക്കെ ദൈവദാസന്മാരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നത് കാണുമ്പോൾ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു ധർമ്മസങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഈ ഡാമിയൻ പാസ്റ്ററുടെ പേര് എനിക്ക് ഈ വീഡിയോയിൽ പറയേണ്ടി വരുന്നല്ലോ എന്നുള്ള ധർമ്മസങ്കടം. പക്ഷേ അത് പറയാൻ എനിക്ക് ധൈര്യം നൽകിയത് ഡാമിയൻ പാസ്റ്ററുടെ വീഡിയോയുടെ ഇൻട്രഡക്ഷൻ കണ്ടപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, വിവാദപരമാകുന്നൊരു വിഷയമാണല്ലോ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ആളുകൾക്ക് പല അഭിപ്രായമുണ്ട്, പ്രതികരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തനിക്കുണ്ടെന്നുള്ളത് തൻ്റെ ആ വീഡിയോയുടെ ആരംഭ ഭാഗങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രതീക്ഷ ഉള്ളതുകൊണ്ട്, ഇങ്ങനെ മറുപടികൾ വരുമെന്ന് പ്രതീക്ഷ ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയാം എന്ന ഒരു വിശ്വാസം കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രേക്ഷകരോട് പറയുകയാണ്, ഡാമിയൻ പാസ്റ്ററും ഷമർ സിസ്റ്ററും ആ ഒരു മിനിസ്ട്രിയും ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവരാജ്യത്തിന് അനുഗ്രഹമാണ്. അത്തരത്തിലുള്ള ശുശ്രൂഷകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗത്തുണ്ട്. അവരൊക്കെ ചെയ്യുന്ന ശുശ്രൂഷകളെ നമുക്കൊരിക്കലും കുറച്ച് കാണുവാൻ പാടില്ല. ഈ പറയുന്ന വീഡിയോയിലെ വാക്കുകൾ വ്യക്തിപരമായ ഡാമിയൻ പാസ്റ്റർക്കെതിരെയോ അദ്ദേഹം ചെയ്ത മിനിസ്ട്രിക്കെതിരെയോ അല്ല, അദ്ദേഹം പറഞ്ഞൊരു ആശയത്തിനെതിരായിട്ടുള്ളതാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ തന്നെ ഞാൻ ആമുഖമായി പറയുകയാണ്, ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു സെൻറ്റൻസ് മാത്രമാണ് ഇന്ന് ഞാനൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ദൈവജനപ്രകാരം വളരെ തിരക്കുള്ള സമയങ്ങളായതുകൊണ്ടാണ് കേട്ടോ. ചിലരൊക്കെ എന്നോട് ചോദിച്ചു, ആസാദിയിലെ വിഷയദാരിദ്ര്യം കൊണ്ടാണോ പാഠഭേദങ്ങളൊന്നും കാണാത്തത്? അങ്ങനെയല്ല കേട്ടോ, വിഷയങ്ങൾ കുമിഞ്ഞുകൂടുകയാണ്, പക്ഷേ സമയമില്ല. ഇപ്പോഴും മുൾമുനയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അടുത്ത ശനിയാഴ്ച ഈ പറഞ്ഞ ഡാമിയൻ പാസ്റ്ററുടെ വീഡിയോയ്ക്ക് ഒരു പൂർണ്ണമായ ആ വീഡിയോ ഒന്ന് ദൈവവചനം വെച്ചൊന്ന് ശോധന ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആദ്യ വീഡിയോ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ്, എനിക്ക് കിട്ടിയൊരു ക്ലിപ്പ്, ഫേസ്ബുക്കിലൂടെ കിട്ടിയൊരു ക്ലിപ്പ്, ആ ക്ലിപ്പിൽ അദ്ദേഹം പറഞ്ഞ ഒരു തെറ്റൊന്ന് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. ഞാൻ ആ ക്ലിപ്പിൽ കണ്ടത്, അദ്ദേഹം പറയുന്നു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ യേശു മാർത്ത് പൊൻകച്ചയൊക്കെ അണിഞ്ഞു നിൽക്കുകയല്ലേ, നമുക്ക് യേശുവിനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ഓടി ചെല്ലുമ്പോൾ ഈ സ്വർണ്ണത്തെ എതിർക്കുന്നവർക്ക് യേശുവിനെ കെട്ടിപ്പിടിക്കാൻ കഴിയുമോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ആ ക്ലിപ്പിൽ തന്നെ അദ്ദേഹം പറയുന്നു, അവിടെ സ്വർണ്ണ തെരുവുകളുണ്ട്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ പാർട്ടികൾ സ്വർണ്ണ തെരുവുകളിലൂടെ നടക്കുമോ സ്വർണ്ണത്തെ എതിർക്കുന്നവർ? ഇവിടെ ഒരു ചെറിയ പ്രശ്നം, ഞാൻ കണ്ട പ്രശ്നം ഡാമിയൻ പാസ്റ്ററോട് അങ്ങ് പറയുകയാണ്. ഒന്നാമത്, സ്വർഗത്തിൽ സ്വർണ്ണ തെരുവുള്ളതെന്ന് വേദവസം മുഴുവൻ അരിച്ചു പറക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല സാറേ. സത്യം പറയുക, സ്വർഗത്തിൽ സ്വർണ്ണ തെരുവുണ്ടെന്ന് വേദപുസ്തകത്തിൽ ഒരു വാക്യം പോലും ഇല്ല. എനിക്കറിയാം നിങ്ങളൊക്കെ കണ്ണു തുറച്ച് എന്നെ നോക്കുന്നുണ്ടെന്നുള്ളത്. സത്യമാണ് കേട്ടോ. ഡാമിയൻ പാസ്റ്റർ പറയുന്നുണ്ട്, വിവാദപരമായ വിഷയമാണെങ്കിലും സത്യം വെളിപ്പെടുത്തുവാനാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊരു വാക്ക് പറയാം. ഈ സ്വർണത്തെക്കുറിച്ചുള്ള ബിബ്ലിക്കൽ ഡോക്ട്രിൻ, അതിനകത്ത് സത്യം വെളിപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറഞ്ഞൊരു ട്രൂത്ത് സ്വർണം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആർക്കും കണ്ടെത്തുവാൻ കഴിയില്ല. ഇങ്ങനെ ഒരിക്കലും തീരാത്ത ഒരു ചർച്ചയായിട്ട്, വിവാദമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്നേ ഉള്ളൂ. എന്നാൽ ആബ്സ്ട്രാക്റ്റായിട്ടുള്ള ചിതറിക്കിടക്കുന്ന ഒത്തിരി വചനങ്ങളുണ്ട്. അവയെല്ലാം കൂട്ടിവെച്ച് പഠിച്ചാൽ വേദപുസ്തകത്തിൻ്റെ ലെറ്റർ അല്ല കേട്ടോ, സ്പിരിറ്റ്. ലെറ്ററും സ്പിരിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആളുകൾക്ക് അറിയാമെന്ന് എനിക്ക് വേദപുസ്തകത്തിൻ്റെ ആത്മാവ് ലളിത ജീവിതത്തെക്കുറിച്ച് പറയുന്നതാണ്.
വേദപുസ്തകത്തിൻ്റെ ആത്മാവ് സ്വർണം ഉപയോഗിക്കുന്നതിന് അണിയുന്നതിന് എതിരാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ ലെറ്ററും സ്പിരിറ്റും മനസ്സിലാക്കി വ്യാഖ്യാനിച്ചാൽ അതവിടെ നിൽക്കട്ടെ. സ്വർഗത്തിൽ സ്വർണ്ണത്തെരുവ് ഉണ്ടോ? എനിക്കങ്ങനെ ഒരു വാക്യം വേദപുസ്തകത്തിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ആ വാക്യം? വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ നിന്നാണ്. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ പറയുന്നത്, പ്രിയപ്പെട്ട ഡാമിൻ പാസ്റ്ററെ, പ്രിയപ്പെട്ട ഷമൽ സിസ്റ്ററെ, അത് സ്വർഗത്തിലെ സ്വർണ്ണത്തെരുവിനെ കുറിച്ചല്ല, പുതിയ ജെറുസലേം എന്ന് പറയുന്ന മനോഹരമാകുന്ന പട്ടണം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ ആ പട്ടണത്തിലെ തെരുവുകളെക്കുറിച്ചാണ്. ഇനി ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. പുതിയ ജെറുസലേം സ്വർഗത്തിലല്ല, ഭൂമിയിലാണ്. നമ്മളൊക്കെ ഇടയ്ക്ക് പറയും നമ്മൾ സ്വർഗത്തിൽ പോകാനുള്ളവരാണ്. പക്ഷേ അതിൻ്റെ തിയോളജിക്കൽ കറക്റ്റ്നെസ് അങ്ങനെയല്ല കേട്ടോ. സ്വർഗത്തിൽ പോകാനുള്ളവരാണ് നാമെങ്കിലും മധ്യാകാശ സ്വർഗത്തിൽ അവനോടൊപ്പം ആയിരിക്കുമെങ്കിലും ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ചയുടെ കാലത്ത് നാം ഈ ഭൂമിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടായ ശേഷം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്ന പുതിയ ജെറുസലേം, ആ പുതിയ ജെറുസലേമിലാണ് നമ്മൾ പാർക്കാൻ പോകുന്നത്. അപ്പോൾ ഭൂമി തന്നെ പാരഡൈസ്, സ്വർഗമായി മാറുന്ന ഒരു വീക്ഷണമാണ് വേദപുസ്തകത്തിലുള്ളത്. ആദം നഷ്ടപ്പെടുത്തിയ പർദീസയെ ഈ ഭൂമിയിൽ തന്നെ യേശു കർത്താവ് എന്ത് ചെയ്യുന്നു? റീസ്റ്റോർ ചെയ്യുന്നു. അതാണ് ക്രിസ്തീയ പ്രത്യാശ. ഒരു ഭയങ്കര റീസ്റ്റോറേഷൻ്റെ സ്റ്റോറി, റിഡംഷൻ്റെ സ്റ്റോറി, നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുത്തുകൊണ്ട് വരുന്ന ഒരു സ്റ്റോറിയാണ് വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളത്. അതുകൊണ്ട് സ്വർഗത്തിലല്ല സ്വർണ്ണത്തെരുവുള്ളത്, ഭൂമിയിൽ പുതിയ ജെറുസലേമിലാണ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം. അത് ഈ നമ്മൾ പറയുന്നത് പോലെ നമ്മൾ ഈ ചുറ്റും കാണുന്ന സ്വർണത്തെക്കുറിച്ചല്ല പറയുന്നത്. തെളിവെന്തേ? അവിടെ പറയുന്നു ട്രാൻസ്പെറൻറ്റ് ഗോൾഡ് എന്നാണ് പറയുന്നത്. ട്രാൻസ്പെറൻറ്റ് ഗോൾഡ് എന്നാണ് പറയുന്നത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗോൾഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത് ഗോൾഡിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. നമ്മൾ ഈ അണിയുന്ന ഗോൾഡിനെ കുറിച്ചല്ല അത് പറയുന്നത്. പിന്നെ അവിടെ പറയുന്നത് ഈ വെളിപ്പാട് കാണുന്ന വ്യക്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വളരെയധികം ഡിവൈനായിട്ടുള്ള വളരെയധികം അത്ഭുതകരമായൊരു കാഴ്ച താൻ കാണുമ്പോൾ അതിനെ തൻ്റെ ലിമിറ്റഡ് ആകുന്ന വൊക്കാബുലറി താൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇത് ഗോൾഡ് പോലെ ഉള്ള ഒരു റോഡ്, പക്ഷേ ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ നമുക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറമാണ് പ്രിയപ്പെട്ട പാസ്റ്ററെ ഈ സ്വർഗത്തിലെ തെരുവെന്നൊക്കെ പറയുന്നത്. അത് ഗോൾഡ് ഒന്നുമല്ല കേട്ടോ. ഇനി ഒരു കാര്യം കൂടി ചേർത്തങ്ങ് വായിക്കാം. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, അന്നാളുകളിൽ സ്വർണം വീഥികളിൽ മലം പോലെ ഇട്ട് ചവിട്ടും എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ വില പോവും. നമ്മുടെ റോഡ് മുഴുവൻ ടാറ് ഇടുന്നതിന് പകരം സ്വർണം കൊണ്ടാണ് അത് പണിതിട്ടുള്ളതെങ്കിൽ ആരെങ്കിലും ആ സ്വർണം എടുത്ത് കാതലിടുമോ, കഴുത്തിലിടുമോ? കാരണം എന്താ? അതിൻ്റെ വില പോയി. ടാറെടുത്ത് ആരെങ്കിലും കഴുത്തിലോ കാതലോ ഇടാറുണ്ടോ? ഇല്ല. അതിൻ്റെ വില പോയി എന്നുള്ളതാണ് സത്യം. വേദപുസ്തകം പറയുന്നു അന്നാളിൽ സ്വർണം മലം പോലെ വീഥികളിലിട്ട് ചവിട്ടും. കാരണം അതിനൊരു വിലയില്ല എന്ന് തോന്നത്തക്കവണ്ണം അതൊന്നുമില്ലാതായി തീരുന്ന ഒരു കാലമുണ്ടെന്ന് വേദപുസ്തകം പറയുന്നു, പ്രവചനങ്ങളിൽ നിന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് സ്വർണത്തോട് തോന്നണമെങ്കിൽ ഈ സ്വർണം മലം പോലെ ചവിട്ടുന്ന സ്വർണം എടുത്ത് കാതിലിട്ടാൽ നമ്മൾ എന്താ പണിയാണ് കാണിക്കുന്നത് എന്ന് ചോദിക്കില്ലേ? അപ്പോൾ ഡാമിൻ പാസ്റ്ററെ, നമ്മളൊക്കെ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു ഭാവി എന്ന് പറഞ്ഞാൽ സ്വർണ്ണം ഒന്നും അല്ലാതായി തീർന്ന് മലം പോലെ വീഥികളിൽ കിടക്കുന്ന, പോട്ടെ ഞാൻ ആ പദം മാറ്റിയിട്ട് സ്വർണ്ണ തെരുവിലൂടെ നടക്കുന്ന, ആ തെരുവിലൂടെ നടക്കുന്ന ഭക്തന് ഈ സ്വർണ്ണമൊന്നും വലിയ കാര്യമല്ലെന്നുള്ളതാണ് വേദപുസ്തകത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നത്. ഇനിയും യേശുവിനെ ആരെങ്കിലും കാണുമ്പോൾ മാറത്ത് പൊൻകച്ച അണിഞ്ഞതുകൊണ്ട് അവനെ ആലിംഗനം ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുമോ? അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. യോഹന്നാൻ കണ്ട വെളിപ്പാട് പുസ്തകത്തിലെ യേശുവിൻ്റെ മഹത്വം ഗ്ലോറിയോടുകൂടെ വെളിപ്പെട്ട ഒരു വെളിപ്പെടലാണ്. അതായത് മഹത്വപൂർണനാകുന്ന ക്രിസ്തുവിനെ യോഹന്നാൻ നേരിട്ട് കണ്ണുകൊണ്ട് കാണുകയാണ്. ഇന്നുവരെ യോഹന്നാൻ കണ്ടത് മനുഷ്യരൂപമെടുത്ത യേശുവിനെയാണ്. അതായത് കസിനായ യേശു എന്ന് പറയാം അല്ലേ? യോഹന്നാൻ്റെ യാക്കോബിൻ്റെയൊക്കെ അമ്മ വഴി കസിനായിരുന്നു യേശു. കസിനായ യേശു, മനുഷ്യരൂപത്തിൽ കണ്ട യേശു എന്ന ചിത്രത്തിൽ നിന്ന് മാറിയിട്ട് മഹത്വം വാരിയെടുത്ത യേശുവിനെയാണ് യോഹന്നാൻ കാണുന്നത്. മാറത്ത് പൊൻകച്ച അണിഞ്ഞെന്നുള്ള ഭാഗം മാത്രം എടുത്താൽ പോരാ, അതിൻ്റെ ബാക്കിയോടെ വായിക്കണം. വെള്ളോടിന് സദൃശമാകുന്ന പാദങ്ങളുള്ളവൻ,
അവൻ്റെ വായിൽ നിന്ന് തീ വരികയാണ്, ദൈവവചനത്തിൻ്റെ തീ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ടിട്ട് യോഹന്നാൻ ഭയപ്പെട്ട് ബോധം പോയെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ യോഹന്നാൻ കാണുന്നത് ഗ്ലോറി വാരി ഉടുത്ത് നിൽക്കുന്ന യേശുവിനെയാണ്. അപ്പോൾ അവിടെ ഈ സ്വർണം കൊണ്ടുള്ള ഒരു സരപ്പള്ളി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, മാറത്ത് പൊൻകച്ച അണിഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അത് രൂപകാത്മകമായ അർത്ഥമാണ്. അതിൻ്റെ അർത്ഥം യേശു ഇങ്ങനെ സ്വർണ്ണ കസവുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതെന്നൊന്നുമല്ല. തങ്ക കിരീടം വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അവൻ്റെ രാജ്യത്വത്തെ കാണിക്കുന്നതാണ്. സ്വർണം വേദപുസ്തകത്തിൽ റോയൽറ്റിയെ, രാജ്യത്വത്തെ കാണിക്കുന്ന ഒരു രൂപകാത്മകമാകുന്ന അനുഭവമാണ്. അപ്പോൾ ഈ രൂപകാത്മകം, മെറ്റഫോർ എന്ന് പറയും, മെറ്റഫോർസ് വ്യാഖ്യാനിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സത്യത്തിൽ എനിക്ക് പലരുടെയും വ്യാഖ്യാനങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് എക്സജറ്റിക്കൽ റൂൾസ് മറന്നിട്ടുള്ള വ്യാഖ്യാനങ്ങൾ. എക്സജറ്റിക്കൽ റൂൾസ് ആൻഡ് ടൂൾസ് ഉണ്ട് കേട്ടോ വേദപുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ. അതറിയാതെ വേദപുസ്തകം വ്യാഖ്യാനിച്ചാൽ ഇങ്ങനെയുള്ള പല ഈ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ, കോണ്ടസ്റ്റ് അറിയാതെയുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. നമുക്കിഷ്ടമുള്ളതുപോലെ നമുക്ക് വേദപുസ്തകം വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞു, സ്വർണ്ണത്തെരിവ് ഭൂമിയിലാണുള്ളത്, സ്വർഗത്തിലല്ല. അപ്പോൾ അത് സ്വർണവുമല്ല, സ്വർണം പോലെ എന്ന് രൂപകാത്മകമായി പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്, യേശു കർത്താവിൻ്റെ മഹത്വം കണ്ട യോഹന്നാൻ കാണുന്ന കാഴ്ച യോഹന്നാന് പോലും പിടിച്ചു നിൽക്കാനൊക്കാത്തത്ര ഭയങ്കരത്വത്തോടെ, മഹത്വത്തോടെ എഴുന്നള്ളിയ യേശുവിനെയാണ് യോഹന്നാൻ കണ്ടത്. സമയച്ചുരുക്കം കൊണ്ട് ഇവിടെ ഇപ്പോൾ ഇത് നിർത്തുകയാണ്. അപ്പോൾ ഡാമിൻ പാസ്റ്റർ പറഞ്ഞത്, ട്രൂത്ത് എന്ന പേരിൽ പറഞ്ഞത് ബിബ്ലിക്കലി കോണ്ടസ്റ്റിൽ നിന്ന് അടർത്തിയെടുത്ത വാക്കുകളാണ്. രൂപകാത്മകമായി എഴുതിയ വാക്കുകളെ ലിറ്ററലി വ്യാഖ്യാനിച്ചത് കൊണ്ടുള്ള തെറ്റാണ്. ലിറ്ററൽ വ്യാഖ്യാനവും അലഗോറിക്കൽ വ്യാഖ്യാനവുമൊക്കെ വ്യാഖ്യാനശാസ്ത്രത്തിലുള്ളതാണ്. പക്ഷേ അവിടെ പാലിക്കേണ്ട എക്സജറ്റിക്കൽ റൂൾസ് പാലിച്ചില്ല, ടൂൾസ് കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ല. ടൂൾസിനെ കുറിച്ച് പറയുമ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിനെ സർജറി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ടൂൾസ്, അതായത് കത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അല്ലേ, കത്തി ദേഹത്ത് വീഴാതെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ. ആ കത്തി എങ്ങനെയുള്ള കത്തിയാണ്? നമ്മൾ ഈ അറവുശാലയിൽ ഉപയോഗിക്കുന്ന ബുച്ചേഴ്സ് നൈഫ്, അറവുകാരൻ്റെ കത്തി, അതും കത്തിയാണ് കേട്ടോ. പക്ഷേ അറവുകാരൻ അവൻ്റെ ബുച്ചർ ടേബിളിൽ ഉപയോഗിക്കുന്ന കത്തിയല്ല ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്നത്. ടൂൾസ് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും വേദപുസ്തക വചനങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ ബുച്ചേഴ്സ് നൈഫ് ഉപയോഗിച്ച് നമുക്കിഷ്ടം പോലെ തലങ്ങും വിലങ്ങും വെട്ടി ആൾക്കാർക്കിഷ്ടത്തിന് വ്യാഖ്യാനിച്ചു കൊടുക്കരുത്. എക്സജറ്റിക്കൽ ടൂൾസ് ആൻഡ് റൂൾസ് കൃത്യമായി ഉപയോഗിച്ച് മാത്രമേ വേദപുസ്തകം വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ എന്ന ഒരു ഗുണപാഠം ഈ പാഠഭേദത്തിലൂടെ എല്ലാ പാസ്റ്റർമാരോടും എല്ലാ അച്ഛന്മാരോടും ഉപദേശിമാരോടും അങ്ങ് പറയുകയാണ്. ദൈവം എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോ ശനിയാഴ്ച വരുന്നുണ്ട്. പാസ്റ്ററെ ക്ഷമിക്കണം, 1.25 മണിക്കൂറോളം ആ വീഡിയോ ഉണ്ട്. അത്രയും കാണാനുള്ള സമയം എനിക്ക് ഇപ്പോൾ ഇല്ലാതെ പോകുന്നു. ആസാദിയുടെ ഒത്തിരി പ്രോഗ്രാം മുടങ്ങി, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുക. ആ മുടങ്ങുന്നതിൻ്റെ കാരണമൊക്കെ ഈ ഒരു മാസം എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങൾ ഏതൊക്കെ വിധത്തിലാണ് തിരക്കായത്, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്നുള്ളത് ഞങ്ങളൊരു ഫാമിലി ടൈമിൽ പറയുന്നുണ്ട്. അതുവരെയും എല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.